പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ പറയുന്നു. UDF സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി തേജോവധം ചെയ്ത് വ്യക്തിഹത്യ നടത്തുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. പത്തനാപുരത്ത് UDF നടത്തുന്നത് സംസ്കാരശൂന്യമായ പ്രചാരണമാണെന്നും KB ഗണേഷ് കുമാർ 24നോട്. പാലക്കാട് മത്സരം LDFും BJPയും തമ്മിലെന്നും മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയിൽ KB പത്തനാപുരത്താണ് മത്സരം LDFും BJPയും തമ്മിലാണെന്ന് മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയിൽ KB ഗണേഷ് കുമാർ പറഞ്ഞു. മന്ത്രി KB ഗണേഷ് കുമാർ 24നോടൊപ്പം ചേരുകയാണ്. നമ്മളുടെ പരിപാടി മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയിൽ ഇന്ന് അദ്ദേഹം അതിഥിയായി എത്തുന്നു. ഒപ്പം ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിയോടൊപ്പം നമുക്ക് ബുള്ളറ്റിൽ ഒരു യാത്ര ആരംഭിക്കാം. സർ, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ റോഡിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ മനോഹരമായി കിടക്കുന്ന ഒരു റോഡാണ്. ഈ റോഡുകളുടെയൊക്കെ ടെക്നോളജിയെ കുറിച്ച് ഞാൻ എഞ്ചിനീയേഴ്സുമായിട്ട് എപ്പോഴും ചർച്ച ചെയ്യും. ഇതിന് റോഡ് പണി തുടങ്ങാൻ പണം അനുവദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർ വന്നു കഴിയുമ്പോൾ ഞാൻ അവരോടൊപ്പം എഞ്ചിനീയർമാരോടൊപ്പം ഈ റോഡ് മുഴുവൻ സന്ദർശിക്കും. എൻ്റെ മണ്ഡലത്തിലെ പല റോഡുകളും 8 വർഷം വരെയൊക്കെ നമുക്ക് ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ട്. 8 വർഷം കഴിഞ്ഞൊക്കെയാണ് ഒന്ന് പാച്ച് വർക്ക് പിന്നെ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെ പോകുന്നു സർ? നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. പ്രചരണം നന്നായി നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. നല്ലൊരു സ്നേഹപൂർവമായ ഒരു വരവേൽപ്പാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഇടം കൂടിയാണിത്. അല്ല, എല്ലാ മത്സരങ്ങളും ശക്തമാണ്. ഇതിലില്ലാതെ ആരും തിരഞ്ഞെടുക്കപ്പെടാറില്ല. നമ്മൾ ഏതൊരു മത്സരത്തെയും സീരിയസ് ആയിട്ട് തന്നെ കാണുന്നത്. കണ്ടുകൊണ്ടാണ് നമ്മൾ നേരിടുന്നത്. ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഇത് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ ചീഫാണ്, എന്റെ ഹസ്ബൻഡും കൂടിയാണ്. ഞങ്ങൾ കുടുംബസമേതം ഒരു യാത്രയിലാണ്. മിനിസ്റ്റർ, ഈ തവണ പക്ഷേ ഈ പ്രചരണത്തിൽ കാണുന്ന ഒരു വാക്ക്, അത് പ്രധാനമായിട്ടും ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നാണ് UDF ആരോപിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിക്കുന്നത്. പിന്നെ അത് ഡീലിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയാൻ തുടങ്ങിയത് പാലക്കാട്ടെ മത്സരം വന്നപ്പോഴാണ്. ഇപ്പോൾ മത്സരം നടക്കുന്നത് LDFും BJPയും തമ്മിലാണ്. അവിടെ ആ സംഭവം വന്നപ്പോൾ ഇവരൊന്നും ഞെട്ടി. അപ്പോൾ എന്ത് ചെയ്തു? BJPയുമായിട്ട് ഡീലാണ്. BJPയുമായിട്ട് ഡീലുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഇത്ര കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ മത്സരിപ്പിക്കില്ല. അദ്ദേഹം ഒരു വ്യവസായി ആയതുകൊണ്ട് കരുത്തനല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഡീലൊന്നുമില്ല. കാരണം കേരളത്തിലെ മതേതരത്വം നിലനിർത്തുന്നതിൽ, മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ 10 വർഷം ഇടതുപക്ഷ മുന്നണി സർക്കാർ വൻ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഈ പ്രചരണ അവസാന ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ശബരിമലയും UDF പ്രതിപക്ഷ നേതാവ് പ്രചരണത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കുറേ നാളായിട്ട് എവിടെ ശബരിമല എന്ന് പറയുമ്പോൾ നമ്മളൊരു വികാരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഒരു വികാരമല്ല. അത് ഇതര സമുദായക്കാർക്കും ശബരിമലയുടെ ഒരു വ്യക്തി വികാരമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഓണം കഴിഞ്ഞാൽ വ്യാപാരികൾ, മറ്റ് കച്ചവടക്കാർ, മറ്റ് ജീവനക്കാർ, പല വിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുന്നത് ഈ ശബരിമല സീസൺ കൊണ്ടാണ്. അപ്പോൾ ശബരിമലയെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ വിശ്വാസത്തിലുപരിയായി അവനവൻ്റെ ജീവിതം തന്നെ വഴിമുട്ടും എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കും. ഇത് മുതലെടുക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ നടത്തിയത്. ആ പ്രചരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ അത്ര പഞ്ചായത്തിലായിരുന്നു അത് പ്രധാന പ്രചരിപ്പിച്ച്. ഇപ്പോൾ വലുതായിട്ട് കേൾക്കുന്നില്ല. സംസ്കാരശൂന്യമായ പ്രചരണമാണ് പത്തനാപുരത്ത് നടക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ ഈ 2 വണ്ടി ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തു. 2 വണ്ടിയിലും റെക്കോർഡറായിട്ടുള്ള മെസ്സേജുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ CCയുടെ എടുത്തതിനകത്ത് ഒരു USB-ക്കകത്ത് ഇത്രയും വളരെ മോശമായ, വളരെ നിലവാരം കുറഞ്ഞ വ്യക്തിഹത്യ ചെയ്യുന്ന പരാമർശങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് അനൗൺസ് ചെയ്യുന്ന വ്യക്തിയല്ല ഇത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി തന്നെ അറിഞ്ഞുകൊണ്ട്, സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റും അറിഞ്ഞുകൊണ്ട്, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വികസനത്തെക്കുറിച്ച്, LDF സർക്കാരിൻ്റെ നേട്ടത്തെക്കുറിച്ച് മാത്രമാണ് ജനങ്ങളോട് പറയുന്നത്. നമ്മൾ കേരളം മുഴുവൻ യാത്ര ഉള്ളതുകൊണ്ട് സമയം കളയല്ല. അങ്ങും പ്രചരണത്തിന്റെ തിരക്കിലേക്കാണ്. ഓക്കെ, എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പോൾ മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.